നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൂജയ്ക്ക് ഇങ്ങനെ തടസ്സം നേരിടുന്നത് ദുഷ്ടശക്തികൾ ഇവിടെ അടുത്തെവിടെയോ ഉണ്ടെന്നുള്ളതിന്റെ സൂചനയാണല്ലോ. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടേക്ക് ഏത് ദുഷ്ടശക്തിയാണ് വന്നിരിക്കുന്നത്? ആ യന്ത്രം എടുത്ത് നോക്കിയാൽ ഏത് ശക്തിയാണെന്ന് കണ്ടുപിടിക്കാം. ഒരുപക്ഷെ ഇതായിരിക്കുമോ മയാങ്കിൽ നിന്ന് വന്ന ആൾ. യന്ത്രമില്ലാതെ എങ്ങനെയാണ് ഇവൻ ഈ സ്ഥലം കണ്ടുപിടിച്ചത്? യന്ത്രമില്ലാതെ ഇത്രയും ദൂരത്തേക്ക് വന്നവൻ തീർച്ചയായും ആ ആത്മാവിനെ കണ്ടുപിടിക്കാതെ പോവില്ല. അതിനു മുമ്പ് എനിക്കതിനെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഈ മഹാവിപത്തിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ആത്മാവുള്ള സ്ഥലം കണ്ടുപിടിക്കുക. ആത്മാവിനെടുക്കാൻ ഞാൻ പോവുകയാണ്. എനിക്കൊരു ഞൊടി മതി അതെടുത്തുകൊണ്ടുവരാൻ. ആത്മാവിനെ കൊണ്ടുവന്ന് നിന്റെ മുന്നിൽ നിർത്താൻ പോവുകയാണ്. നീ ഇവിടെ തന്നെ നിൽക്കുക. യന്ത്രമില്ലാതെ ഇത്രയും ദൂരത്തേക്ക് വന്നവൻ തീർച്ചയായും ആ ആത്മാവിനെ കണ്ടുപിടിക്കാതെ പോവില്ല. അതിനു മുമ്പ് എനിക്കതിനെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഈ മഹാവിപത്തിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ആത്മാവുള്ള സ്ഥലം കണ്ടുപിടിക്കുക. ആത്മാവിനെടുക്കാൻ ഞാൻ പോവുകയാണ്. എനിക്കൊരു ഞൊടി മതി അതെടുത്തുകൊണ്ടുവരാൻ. ആത്മാവിനെ കൊണ്ടുവന്ന് നിന്റെ മുന്നിൽ നിർത്താൻ പോവുകയാണ്. നീ ഇവിടെ തന്നെ നിൽക്കുക. എനിക്ക് അവനോട് ഫീലിങ്സ് തോന്നുന്നത് ഓക്കെ, പക്ഷെ തിരിച്ചവൻ അങ്ങനെ എന്നോടൊരു ഫീലിങ്സ് ഉണ്ടോന്ന് അറിയില്ലല്ലോ. ശരി, എന്തായാലും ഫോൺ ചെയ്ത് നോക്കാം. ഈ സമയത്ത് ആരാണാവോ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുന്നു? നമ്മുടെ അനാമികയാണല്ലോ. അവളെ കുറിച്ച് ആലോചിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും മോള് വിളിച്ചോ. എന്തായാലും എടുത്ത് സംസാരിക്കാം. എടാ മണ്ട, അവളിപ്പോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൂടെ ജോലി ചെയ്യുന്ന നന്ദകുമാറിനെ അല്ല, ചെയിൻ എടുത്തുകൊണ്ട് പോയിട്ട് അത് തിരിച്ചു തരാത്ത നന്ദകുമാറിനെ. ശരിയാണല്ലേ, അതും കറക്റ്റ് തന്നെ. ഹലോ, പറഞ്ഞോളൂ. എന്താ സർ, എന്നെ മനസ്സിലായോ സാറിന്? തന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? നല്ല ഓർമ്മയുണ്ട്, പറയ്. എന്റെ ചെയിൻ എപ്പോഴാ തിരിച്ചിട്ടാ? ആർക്കറിയാം. ഇയാളെന്താ കളിക്കാണോ? ആര്? ഞാനാണോ കളിപ്പിക്കുന്നത്? മഴയിൽ കളിച്ച് ചെയിൻ നഷ്ടപ്പെടുത്തിയത് നീയല്ലേ? അത് മറന്നു പോവല്ലേ? ആ കളഞ്ഞു പോയ ചെയിൻ തിരിച്ചു തരാന്ന് പറഞ്ഞത് നിങ്ങളാ. അതും എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. എന്താ ഇപ്പൊ തനിക്ക് വേണ്ടേന്ന് പറയേ. എനിക്കെന്റെ ചെയിൻ തിരിച്ചു വേണം. എനിക്ക് കുറച്ച് ടൈം വേണം. എത്ര ടൈം വേണം? ഒരു 15 days എങ്കിലും വേണ്ടി വരും. 15 days? എനിക്ക് ഒരുപാട് ചെലവുകളൊക്കെ ഉള്ളതാ. ആ ചെയിൻ എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വേണം. അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്റെ അനിയത്തിയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റൂ. അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് നിങ്ങൾക്കറിയോ? അറിയാലോ. നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ? അതിപ്പോ താൻ തന്നെയല്ലേ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ. ഓ, താൻ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. അധികം വൈകാതെ തന്റെ അനിയത്തിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. അതെങ്ങനെയാ? നോക്കേ, തന്റെ നഷ്ടപ്പെട്ട ചെയിൻ തിരിച്ചു തരാൻ ഞാൻ ഹെൽപ്പ് ചെയ്ത പോലെ തന്റെ അനിയത്തിയുടെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി പണം തന്ന് സഹായിക്കാൻ ഒരാൾ വരില്ലെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും ആരും വരാൻ പോകുന്നില്ല. താൻ വേണമെങ്കിൽ നോക്കിക്കോ, ഉറപ്പായിട്ടും ഒരാൾ വരും. അവൻ എപ്പോ വേണമെങ്കിലും വരട്ടെ. സാറ് 15 ദിവസത്തിനകം തിരിച്ചു വരുമല്ലോ അല്ലേ? അതെ, ഉറപ്പായിട്ട് ഞാൻ വരും. വന്ന ഉടനെ ഞാൻ ആ ചെയിൻ തിരിച്ചു തരുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.
വന്ന ഉടനെ കോൾ ചെയ്യണേ. നമ്മൾ നേരിട്ട് കാണാൻ പോകുന്ന ആ ദിവസത്തിനായിട്ട് ഞാൻ വളരെയധികം കാത്തിരിപ്പിലാണ്. അതിനിപ്പോ എന്താ, എത്രയും പെട്ടെന്ന് നമുക്ക് മീറ്റ് ചെയ്യാം. ശരി, ഓക്കെ. ബൈ. അമ്മേ, ഇനിയും ഇതേ നുണ പറഞ്ഞ് എത്ര നാള് പിടിച്ചു നിൽക്കും? ട്യൂബ്ലൈറ്റ്, ഇനി എത്ര നാളത്തേക്ക് നീ ഈ ഡ്രാമ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന എനിക്കൊന്ന് കാണണല്ലോ. അധികം വൈകാതെ മോൻ എന്തായാലും പിടിക്കപ്പെടും. ഇവനെങ്ങാനും ആ ആത്മാവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ ലോകം നരകമായി തീരും. ഇതെങ്ങനെ ഇപ്പൊ തടയുക? എന്താ പറ്റിയേ? കണ്ടുപിടിച്ചോ? ഇല്ല, എന്നെ കൊണ്ടതിന് സാധിക്കില്ല. സാധിച്ചില്ല? അതെ, ഈ പ്രദേശം ദൈവിക ശക്തി കൊണ്ട് അനുഗ്രഹീതമായ ഒരിടമാണ്. ചെറുത്താനായ എനിക്ക് ആ ദൈവിക ശക്തികളെ മറികടന്ന് ആ ആത്മാവിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. ദൈവിക ശക്തികളെ മറികടന്ന് എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നിന്നെ വിശ്വസിച്ച് എത്ര ദൂരം വന്ന ഇതിനായിരുന്നു? നീ വിഷമിക്കാതിരിക്കുക. എനിക്കാണ് ആത്മാവിന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്തത്. നിന്നെ കൊണ്ടത് സാധിക്കും. എന്താ നീ പറയുന്നത്? അതെ, ഈ പട്ടണത്തിന്റെ തെക്ക് ദിശയിലാണ് ആ ആത്മാവുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് നീ തന്നെ പോയി ആത്മാവിനെ കണ്ടുപിടിക്കണം. നീ എത്രയും പെട്ടെന്ന് തെക്കുവശത്തുള്ള ശ്മശാനത്തിലേക്ക് പോയി അവിടെ പൂജ നടത്തി ആത്മാവിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്ത്. ഗ്രഹണം കഴിയുന്നതിന് മുമ്പ് കാര്യം നടത്താനുള്ള എന്നെ കൊണ്ട് ഇത്രയും ചെയ്യാൻ കഴിയൂ. കണ്ടുപിടിക്കണം. മറഞ്ഞിരിക്കുന്ന ആത്മാവിനെ കണ്ടുപിടിച്ച് എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലാം. കാസ്മോറകൾക്ക് വേണ്ടി ഇത് ചെയ്തേ മതിയാവും. ഈശ്വര, ആത്മാവിനടുത്തേക്ക് ഈ ദുഷ്ടശക്തികൾ കുറേശ്ശായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ആത്മാവിനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഇതൊന്നും തടയുക?